നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചിരിക്കുന്നു. താൽക്കാലികമായി സമാധാന ഉടമ്പടി ഒപ്പുവെച്ച ശേഷം യുദ്ധവിരാമം നടത്തിയതിനു ശേഷം ചർച്ചകളിലേക്ക് കടക്കാം എന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സമവായം. അതനുസരിച്ച് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ചർച്ചകൾക്ക് ആദ്യ ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള കല്ലുകടി നേരിട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് സൂചന. അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇറാൻ്റെയും പ്രതിനിധികൾ ഉടൻ തന്നെ സ്വിറ്റ്സർലൻഡിൽ ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് സൂചന. അമേരിക്കൻ സംഘം ഇതിനോടകം തന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് ചർച്ചകൾക്കായി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചകൾ ഇല്ലാതാക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന സമവായ ശ്രമങ്ങളെ തോൽപ്പിക്കാൻ ഒരു രാജ്യം ഒരുമ്പിട്ടിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരികയാണ്. അമേരിക്കൻ ഇൻ്റലിജൻസ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് അമേരിക്കൻ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അമേരിക്കൻ ഇൻ്റലിജൻസ് നൽകുന്ന വിവരമനുസരിച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. സമാധാന ശ്രമങ്ങൾ തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ പരമാവധി ശ്രമിച്ചേക്കുമെന്നും ഇസ്രായേലിന് ഈ സമാധാന ശ്രമങ്ങളോട് താല്പര്യമില്ലെന്നും യുദ്ധം അത് തുടരണമെന്നാണ് ഇസ്രായേലിൻ്റെ താല്പര്യമെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും സമാധാന ശ്രമങ്ങളിലേക്ക് കടക്കുന്നത് ഇസ്രായേലിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കാൻ ഇസ്രായേലും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും ശ്രമിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് അമേരിക്കൻ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രകടമായ ഒരു കാര്യമുണ്ട്. അതായത് ഇത് ഇസ്രായേൽ രഹസ്യമായി ചെയ്യുന്നതല്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഇസ്രായേൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഈ സമാധാന ഉടമ്പടിയോട് താല്പര്യമില്ല, ഞങ്ങൾ ഈ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചിട്ടുള്ള രാജ്യമല്ല, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ലെബനോനിൽ ഇസ്രായേൽ ആക്രമണം നടത്തരുത് എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ കഴിയില്ല. പറയുന്നത് അമേരിക്കയാണെങ്കിലും അമേരിക്കയും ഞങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ട്, അമേരിക്ക ഞങ്ങളെ നന്നായി സഹായിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അമേരിക്കയുടെ സാമന്ത രാജ്യമല്ല. അമേരിക്ക പറയുന്നത് എന്തും കേൾക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്ര സുരക്ഷയാണ് പ്രധാനം. ഇങ്ങനെ ആക്രമണം നടത്താതെ മിണ്ടാതിരുന്നാൽ ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകൾ ഇസ്രായേലിനെതിരെ ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുകയും 1-2 മാസം കഴിഞ്ഞാൽ കനത്ത ആക്രമണം ഒക്ടോബർ 7-ാം തീയതി നടത്തിയതുപോലെയുള്ള ആക്രമണം നടത്തുകയും ചെയ്യും. നമ്മൾ എന്നൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഈ പറയുന്നത് പോലെയുള്ള സമാധാന ആവശ്യം പരിഗണിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഇസ്രായേലിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലെബനോനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം നിർത്തണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണം നിർത്തിക്കോളൂ, അത് 2 രാജ്യങ്ങളും തമ്മിൽ തീരുമാനിച്ചോളൂ. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ആക്രമിക്കരുത് എന്ന് പറയാൻ ഇറാന് എന്താണ് അവകാശമെന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോഴും ലെബനനിൽ ആക്രമണം തുടരുകയാണ്. ഇറാൻ ആകട്ടെ ലെബനനിൽ ആക്രമണം നടത്തരുത് എന്ന് നിരന്തരം അമേരിക്കയോട് പറയുന്നുമുണ്ട്. അങ്ങനെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ ചർച്ചകളിൽ നിന്ന് പിന്മാറും എന്നും ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾക്കപ്പുറത്തേക്ക് ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനാവശ്യമായ സമാധാന ഉടമ്പടിയെ അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇനിയും ഇസ്രായേൽ നടത്തും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് ഭരണകൂടത്തിന് കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചത്. ആ യുദ്ധത്തിൽ ഞങ്ങൾ നന്നായി പോരാടി, ഞങ്ങളോടൊപ്പം ബെഞ്ചമിൻ നെതന്യാഹുവും ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു നല്ല പോരാളിയാണ് എന്നൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ലെബനനിലെ ആക്രമണം നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഈ സമാധാന പ്രക്രിയയുടെ ഭാഗമാണ്. ഞങ്ങളോട് അവർക്ക് വലിയ ബഹുമാനമുണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ അവർ അത് കേൾക്കും, ഞങ്ങൾ ഇസ്രായേലിനെ കൊണ്ട് സമ്മതിപ്പിക്കാം എന്ന് ഇറാന് വാക്ക് കൊടുത്തുകൊണ്ടാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത് 1-2 വിഷയങ്ങളിൽ മാത്രമാണ്. പക്ഷെ അത് വളരെ പരമപ്രധാനവുമാണ്. അതായത് ആണവായുധങ്ങൾ സംബന്ധിച്ച വിഷയത്തിലാണ് അമേരിക്കയും ഇറാനും 2 തട്ടിൽ നിൽക്കുന്നത്. ഞങ്ങളൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വയരക്ഷയ്ക്കായി ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. മാത്രമല്ല ഞങ്ങളിപ്പോൾ യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുന്നത് സമാധാനപരമായ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ബോംബുണ്ടാക്കാനല്ല എന്നൊക്കെയാണ് ഇറാൻ പറയുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് ഈ ബോംബുണ്ടാക്കാൻ തന്നെയാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 60% സമ്പുഷ്ടീകരണം അതിന് ഈ ഊർജ്ജ ആവശ്യങ്ങൾക്ക് നടത്തേണ്ട കാര്യമില്ല. 5-10% സമ്പുഷ്ടീകരണം മതിയാകും.
പക്ഷേ 60% യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു. ഇത് 90% എത്തിയാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാന് സാധിക്കും. ഇറാൻ ആണവായുധങ്ങൾ എന്നാണോ നിർമ്മിക്കുന്നത് അന്ന് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള രാജ്യമാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ ഇറാന് അവകാശം നൽകാൻ കഴിയില്ല. കാരണം ഇറാൻ മുറിവേറ്റ ഒരു സർപ്പമാണ്. ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവിനെയാണ് അമേരിക്കയും ഇസ്രായേലും കൂടി കൊന്നു തള്ളിയത് യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ മതിയാക്കി ഈ ആണവായുധത്തെക്കുറിച്ച് ഒന്നും പറയാതെ അമേരിക്കൻ സൈന്യം തിരികെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത ഇറാൻ്റെ നീക്കം ഇസ്രായേലിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിന് നേരെ ഇറാൻ ആണവായുധം പ്രയോഗിക്കുകയും ചെയ്യും. ഇത് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആണവായുധത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെ അമേരിക്ക ഷഡിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആണവായുധത്തിന് അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കാനുള്ള ഇന്ധനമായ യുറേനിയം, സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഏതാണ്ട് 400 കിലോയോളം ഇത്തരത്തിലുള്ള യുറേനിയം നമ്മുടെ ഇറാൻ്റെ കയ്യിലുണ്ട്. ഇത് അതീവ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇറാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അത് പുറത്തെടുക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. എന്നാലും അത് പുറത്തെടുത്തേ മതിയാവൂ. ആ യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റണം. ഇനി ഒരു കാരണവശാലും സമ്പുഷ്ടീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ യുറേനിയത്തെ മാറ്റണം എന്നാണ് അമേരിക്ക ഇപ്പോൾ ഇറാനോട് ആവശ്യപ്പെടുന്നത്. അത് സാധിക്കില്ല എന്ന് ഇറാൻ തീർത്തു പറയുകയാണ്. പക്ഷേ അമേരിക്ക അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ രാജ്യത്ത് തന്നെ ഈ യുറേനിയം സൂക്ഷിച്ചോളൂ. പക്ഷേ അത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിരീക്ഷണത്തിന് വിധേയമാക്കണം. അത് ഇനിയൊരു കാരണവശാലും 90% എത്തില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് ലഭിക്കണം. ഒരു കാരണവശാലും നിങ്ങൾക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം നൽകാൻ കഴിയില്ല എന്നാണ് അമേരിക്കൻ വാദം. ഈ വിഷയത്തിന്മേലാണ് ഇനി സങ്കീർണമായ ചർച്ചകൾ നടക്കേണ്ടത്. ഇത് സങ്കീർണമായ വിഷയമാണ്. അമേരിക്കൻ ആശയത്തോട് ഒരു കാരണവശാലും ഇറാൻ യോജിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ സമവായം ഉണ്ടാക്കുക, അതായത് ഈ പറയുന്ന യുറേനിയം ഇറാനിൽ തന്നെ നിർത്തുക. കാരണം ഇറാൻ ആ യുറേനിയത്തെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ അടയാളമൊക്കെ ആയിട്ടാണ് കാണുന്നത്. രാജ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് നേടിയതാണ്. അതൊരു കാരണവശാലും വേറൊരു രാജ്യത്തേക്ക് വിടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്വന്തം രാജ്യത്ത് തന്നെ സൂക്ഷിച്ചുകൊണ്ട് അത് ഒരു സമ്പുഷ്ടീകരണം നിർത്തുക എന്ന ഒരു നിലയിലേക്ക് വേണമെങ്കിൽ എത്താം എന്ന് ഇറാനിയൻ ഭരണകൂടത്തിലെ ഒരു വിഭാഗം സമ്മതിച്ചിട്ടുണ്ട്. അതാണ് അമേരിക്കയുടെ കച്ചിത്തുരുമ്പ്. അതിൽ പിടിച്ച് അമേരിക്ക കയറുകയാണ്. ഈ ആണവായുധം നിർമ്മിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സമവായം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ്. ഈ യുദ്ധം അവസാനിപ്പിച്ച് അമേരിക്ക ഉപരോധം പിൻവലിച്ച ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അങ്ങനെ അങ്ങ് സ്വതന്ത്രമാക്കാൻ കഴിയില്ല. അതിൽ ചില അവകാശങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ വാദിക്കുന്നത്. ആ വാദം ഒരു കാരണവശാലും അമേരിക്ക അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, ഇറാൻ മറ്റൊരു ആവശ്യം അമേരിക്കയോട് ഉന്നയിക്കുന്നുണ്ട്. അതായത്, നിങ്ങൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച് തകർത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ പുനർനിർമ്മിക്കണം. അതിന് അമേരിക്ക തന്നെ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ഇത്തരത്തിലൊരു ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. 1 രൂപയുടെ നഷ്ടപരിഹാരം നൽകില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളിൽ ചർച്ച ഉടക്കി നിൽക്കുകയാണ്. പക്ഷേ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും 1-ഓ 2-ലോ സമവായം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സമാധാന അന്തരീക്ഷം, സ്ഥിരമായ സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകും. ആക്രമണങ്ങളില്ലാത്ത, അമേരിക്കയോ ഇസ്രായേലോ ഇറാനെ ആക്രമിക്കാത്ത, ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാത്ത ഒരു പശ്ചിമേഷ്യ അതുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാനും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ആഗ്രഹവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ 2 പക്ഷത്തും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ കഴിവുള്ള ശക്തികളുണ്ട്. ഇപ്പുറത്ത് IRGC ഉണ്ട്. IRGC സമാധാന ശ്രമങ്ങളോട് പൂർണ്ണമായും യോജിച്ചിട്ടില്ല. ഈ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ഒരുപക്ഷെ IRGCയും ശ്രമിച്ചേക്കാം. പക്ഷേ ഇസ്രായേൽ അതിനെ തീർച്ചയായും അട്ടിമറിക്കാൻ ശ്രമിക്കും എന്ന സൂചന ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ ഭരണകൂടത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.